സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങൾ ചെയ്തതോ ഏതായാലും മതി. ഓക്കെ, താങ്ക് യു. ചെയ്തോ? ഇന്നത്തെ പ്രോബ്ലം ചെയ്ത് നോക്കിയാ? പ്രോബ്ലം ചെയ്ത് കിട്ടിയിരുന്നു? എന്താണ് ഒരു മറുപടി ഇല്ലാത്ത? കൺഫ്യൂഷൻ. പക്ഷെ ബെൻഡിങ് മൂവ്മെന്റിന്റെ അവിടെ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും സാർ. ഓക്കെ. ബാക്കിയുള്ളവരോ? എല്ലാരും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെയുള്ള കാര്യം. എന്നാലേ എന്തെങ്കിലും എവിടെയാണ് കൺഫ്യൂഷൻ എന്ന് മനസ്സിലാവും. ഓക്കെ, ബാക്കിയുള്ളവരും ചെയ്തിട്ടില്ലേ? ഉണ്ടോ? ഞാൻ ആദ്യം വീണ്ടും പറയണം, എക്സാമിന്റെ ടൈമിലേക്ക് വരെ നീട്ടിക്കൊണ്ടുവരുത്. അങ്ങനെ അവസാന നിമിഷം പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ സെമസ്റ്ററിലെ ബാക്കി സബ്ജക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് വാസ്റ്റ് ആണ്. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കാം. ഓക്കെ, സീനിയർ ബാച്ചിന്റെ 2 സബ്ജക്റ്റിന്റെ കുറെ കണ്ടന്റ്സ് ഉണ്ട് ഈ ഒറ്റ സബ്ജക്റ്റിൽ നിങ്ങൾക്ക്. ഓക്കെ, സോ ബി കെയർഫുൾ ആൻഡ് ബി അപ് ടു ഡേറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം വെച്ച് തുടങ്ങാം. ഒരു കാന്റിലിവർ ബീം ഉണ്ടായിരുന്നു. യു ഹാവ് ടു ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ എ കാന്റിലിവർ ബീം with load in load by a uniformly distributed load and a point load. Uniformly distributed load 2 kilonewton per meter ആയിരുന്നു. And ഇത് 3 കിലോമീറ്റർ അല്ലേ? 3 അല്ലേ? ശരിയല്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ? 4 കിലോമീറ്റർ ലോഡ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത്രയായിരുന്നു. ആദ്യം 1 മീറ്റർ, അടുത്ത 1 മീറ്റർ and then 2 മീറ്റർ. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരക്കാം. ഓക്കെ, സോ പെട്ടെന്ന് ഞാൻ സോൾവ് ചെയ്യാണ്. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നതെന്ന് നിങ്ങൾക്ക് പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഞാൻ അപ്പൊ തന്നെ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഈ സെക്കൻഡ് റൂള് ബേസ് ചെയ്തിട്ട് എനിക്കിപ്പോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് വരക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയാം. എന്ന് വെച്ചാൽ വിത്തൗട്ട് വാല്യൂസ് എനിക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ബേസ് ചെയ്ത് മാത്രം എനിക്കിവിടെ ഇതിന്റെ ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഈ ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യുന്നത് റൈറ്റ് ഡൗൺവേർഡ്സ് ആണ്. നമ്മുടെ ആസ് പെർ നമ്മുടെ കൺവെൻഷൻ എന്ന് പറയുന്നത് റൈറ്റ് അപ്വേർഡ്സ് ആണ് പോസിറ്റീവ്, റൈറ്റ് ഡൗൺവേർഡ്സ് എല്ലാം റൈറ്റ് അപ്വേർഡ്സ് ആണ് നെഗറ്റീവ്, റൈറ്റ് ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ എപ്പോഴും ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും വരിക. റൈറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ബേസിക് കർവ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പറയാൻ പറ്റും, ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോൾ യുവർ ഷിയർ ഫോഴ്സ് വിൽ ബി എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. ആ റീജിയൻ അല്ലെ, ഇവിടെ തൊട്ട് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ വരെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അപ് ടു ദിസ് പോയിന്റ് അല്ലെ. നമുക്കിവിടെ നെയിം ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ, ബി, സി ആൻഡ് ഡി അല്ലെ. എന്തല്ലേ നെയിം ചെയ്തത്? yes, C and D, right? So B to D, ഞാൻ ഒരു നോർമൽ നമ്മൾ ആ സെക്കൻഡ് റൂൾ ബേസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വൈൽഡ് ഗസിംഗിലേക്ക് പോകണം. ഇങ്ങനെ ആയിരിക്കാം ഷേപ്പ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഡി എന്നുള്ള പോയിന്റ് എത്തിയപ്പോ യെസ്, അവിടെ ഒരു പോയിന്റ് ലോഡ് കൂടി ഉണ്ട്. അതൊരു 3 കിലോമീറ്റർ ആണ്. യെസ്, അവിടെ ഒരു പോയിന്റ് ലോഡ് വന്നു. ഇത് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ഉണ്ടാവും. Now up to C it will be a constant load, and at C again there is an increase in load,
and this becomes constant, and this will be the nature of your shear force diagram. ഓക്കെ, ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ബേസിക്കലി വളരെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കിട്ടിയ വാല്യൂസ് നോക്കുക, അത് ബേസ് ചെയ്തിട്ട് അതിന്റെ നേച്ചർ ഓഫ് വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് റൂൾ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കിന്റെ കർവിന്റെ നേച്ചർ അങ്ങ് വരച്ചു വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ സുഖമായിട്ട് എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെയും ഇതേപോലെ നേച്ചർ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. വാല്യൂസ് അറിയണമെങ്കിൽ യു ഹാവ് ടു സോൾവ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വാല്യൂസ് അല്ലാതെ എനിക്ക് ഇതുപോലെ വരക്കണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അഗെയിൻ ഇങ്ങനെയാണുള്ളത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എ ഇത് സി ആണ് അല്ലെ, എ സി ഡി ആൻഡ് ബി. റൈറ്റ്. അഗെയിൻ ഇനി ഇവിടെ ഇതിന്റെ നേച്ചർ ബേസ് ചെയ്ത് വരക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഷിയർ ഫോഴ്സ് അറ്റ് ബി 0. ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് സ്ലോപ്പ് മസ്റ്റ് ബി ഈക്വൽ ടു 0. റൈറ്റ്. ബി ടു ഡി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു കർവ് ആയിരിക്കും കിട്ടുക, ഒബ്വിയസ്ലി ഒരു കർവ് ആയിരിക്കും. അപ്പൊ ബി ഇവിടെ ഈ ഒരു ബി എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മസ്റ്റ് ബി ഈക്വൽ ടു 0. യെസ്, സ്ലോപ്പ് മസ്റ്റ് ബി 0 എന്ന് വെച്ചാൽ എനിക്ക് ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കണം ഇവിടെ കർവ് വരേണ്ടത്. ഓക്കെ, പിന്നെ അതേപോലെ സി വാല്യൂം ഡി വാല്യൂം കിട്ടും. കാരണം ഇത് രണ്ട് പോയിന്റിലും ഇവിടെ കോൺസ്റ്റന്റ് ലോഡാണ്, ബോക്സ് ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം, എന്തായാലും ആയിരിക്കണം അല്ലെ. ഇതായിരിക്കും ഇതിന്റെ നേച്ചർ, അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, നമുക്കിനി നോക്കാം. സി അപ്പോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വരുമ്പോൾ ടെക്നിക്ക് വിൽ ഹെൽപ്പ് യു. റൈറ്റ്. നോ, നമുക്ക് അല്ലാതെ ബേസിക് രീതി തന്നെ ചെയ്യാം. കമ്മിങ് ടു യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദ സെക്ഷൻ. സാർ അത് 3 മീറ്റർ അല്ലേ? ഏത് ലെങ്ത്? സെന്റർ 3 2 മീറ്റർ ഒരു മീറ്റർ അല്ലേ? 2 അല്ല, അതിന്റെ ലാസ്റ്റ് 3 മീറ്റർ അല്ലേ? ഓക്കെ 3 മീറ്റർ. ഓക്കെ, ശരി. അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് തന്നെ ചെയ്യാം. നിങ്ങളുടെ കേസ് നമുക്ക് വാല്യൂസ് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ നോക്കാം. ഫോർ ദ സെക്ഷൻ ഡി ബി യുവർ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? ഷിയർ ഫോഴ്സ് അറ്റ് ബി വാല്യൂ ഉണ്ടാവോ? 0. Shear force at B is 0. No, shear force at D for the section DB ആണ്. ഈ ഒരു സെക്ഷൻ DB എന്ന് പറയുമ്പോൾ shear force at D എടുക്കുമ്പോൾ up to D എടുക്കണ്ടു, at D എടുക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. റൈറ്റ്. സോ therefore your shear force at D will be equal to 3 into 2. എത്രയായിരിക്കും? 6 kilonewton ആയിരിക്കും shear force at D. കറക്റ്റ് ആണോ കിട്ടിയത്? And that too positive 6 kilonewton. Yes. Right. Now for the next section, that is CD എന്നുള്ള സെക്ഷൻ എടുക്കുക. Again shear force at D is equal to 6 kilonewton plus you have to add this 3 kilonewton. കാരണം CD എന്നുള്ള സെക്ഷനിൽ you have to consider the D point, right? So for 6 plus 3, which is equal to 9 kilonewton ആണ് shear force at D, right? Now moving to your shear force at C. Shear force at C എടുക്കുന്ന സമയത്ത് again എന്താണ്? up to C എടുക്കണ്ടു. C എന്നുള്ള പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. So that is 9 kilonewton. Now again shear force last section AC എന്നുള്ള സെക്ഷൻ എടുക്കുക. Again shear force at C എടുക്കുന്ന സമയത്ത് 9 plus 4 വരും, which is 13 kilonewton. Now shear force at A സെയിം കോൺസ്റ്റന്റ് ആണ്, അതുവരെ വേറെ ലോഡൊന്നുമില്ല. it is equal to 13 kilonewton. Okay, അപ്പൊ ഇതാണ് വാല്യൂസ് വരിക. Right. So ഇവിടെ നോട്ട് ചെയ്യുകയാണെങ്കിൽ shear force at B is equal to 0. shear force at D എത്രയാ? 6 kilonewton ആണ്. ആൻഡ് D എന്നുള്ള പോയിന്റ് തന്നെ നമുക്ക് എന്ത് കിട്ടും? 9 kilonewton ആവും. ഇതുവരെ 9 kilonewton തന്നെയാണ്. ടോപ്പ് പോയിന്റിൽ എത്തുമ്പോഴേക്ക് that becomes 13 kilonewton. So ഇതാണ് എന്റെ shear force diagram. ഓക്കെ ആണോ? ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? പോട്ടെ, ബെൻഡിങ് മൊമെന്റിലേക്ക് പോവാം. അതിലാണ് കൺഫ്യൂഷൻ ഉള്ളത് പോലെ അല്ലേ? പോട്ടെ, ഓക്കെ അല്ലേ? റൈറ്റ്. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് BMD. ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കണ്ട. സ്റ്റാർട്ടിംഗ് വിത്ത് ബെൻഡിങ് മൊമെന്റ് അറ്റ് B.
ഓക്കെ, പോയിന്റ് ബൈ പോയിന്റ് എടുക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ യെസ് എന്തായിരിക്കും, ഒബ്വിയസ്ലി ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ ഫ്രീ എൻഡ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0. കണ്ണും പൂട്ടി പറയാം, ഇറ്റ് ഇസ് 0, റൈറ്റ്. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി, റൈറ്റ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബെൻഡിങ് മൊമെന്റ് ഏതൊരു പോയിന്റ് എടുക്കുന്നതും അതിന്റെ പ്രീവിയസ് പോയിന്റ് അല്ലെ കംപ്ലീറ്റ് അങ്ങ് അങ്ങ് ഒരു കൈ വെച്ചിട്ടോ പേപ്പർ വെച്ചിട്ടോ അങ്ങ് മറച്ചു വെച്ചേക്കാം. അതിന്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റൈറ്റ്. So bending moment at D എടുക്കുമ്പോൾ see it is actually load into the perpendicular distance, load into perpendicular distance, right. So the load എന്ന് പറയുമ്പോൾ it is a total load that is acting up to D, right. So the total load is actually 3 into 2, which is 6 kilonewton, 6 kilonewton into, when you're taking the perpendicular distance, you have to take the distance from the center of gravity, okay, center of gravity to the axis, അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണോ എടുത്തത് ആ പോയിന്റിലേക്ക്, റൈറ്റ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ടു ദിസ് പോയിന്റ് എന്ന് പറയുമ്പോൾ സോ ദ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 1.5. സോ ദിസ് വാല്യൂ എത്ര കിട്ടിയ 6 into 1.5 minus 9, yes, minus 9 kilonewton meter bending moment at D, right. Now bending moment at C, okay, when you are taking bending moment at C എന്ത് ചെയ്യാം, അപ് ടു സി വരെയുള്ള പോയിന്റ് മറിച്ച് വെക്കുക, റൈറ്റ് സൈഡിലുള്ള ലോഡ് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് സി എടുക്കുമ്പോൾ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ കൊണ്ടൊരു മൊമെന്റ് ഉണ്ട് അല്ലെ. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കാരണം ഇത് ഇവിടെ ഒരു ബെൻഡിങ് എഫക്ട് ഉണ്ടാവും ഈ ഒരു സി എന്നുള്ള പോയിന്റ്. സിമിലർലി ഈ പോയിന്റ് ലോഡ് 3 കിലോന്യൂട്ടണിനെ കൊണ്ടും ഇവിടെ ഒരു ബെൻഡിങ് എഫക്ട് ഉണ്ടാവും അറ്റ് ദ സെയിം പോയിന്റ് സി, റൈറ്റ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി നമുക്ക് ഇങ്ങനെ എടുക്കാം, ലോഡ് ഇൻറ്റു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്ര 6 kilonewton into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താവും, ഇവിടം തൊട്ട് ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ അല്ലെ. എത്ര 1 plus 1.5 which is nothing but 2.5 plus എന്ത് വേണം പ്ലസ് 3 kilonewton into 3 kilonewton ആക്ട് ചെയ്യുന്നുണ്ട് 3 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് which is 1. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാല് 18 kilonewton ആണോ? എത്ര കിട്ടിയ? Yes, minus 18 kilonewton meter കിട്ടും, right. Unit important ആണ്, kilonewton meter, right. Now, similarly, your bending moment at A, bending moment at A എടുക്കുന്ന സമയത്ത് രണ്ട് ലോഡല്ല 3 ലോഡിന്റെ എഫക്റ്റും വരും A എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ A ആണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പോയിന്റ് അല്ലെ. നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മളെ വിരലെങ്ങനെ ഒന്ന് നീട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്പർ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ജോയിന്റിലായിരിക്കും, റൈറ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബെൻഡിങ്ങിന്റെ എഫക്ട് വരുന്നത് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് അനുഭവപ്പെടുന്നത് ജോയിന്റിലായിരിക്കും, റൈറ്റ്. കാരണം അവിടെയാണ് എല്ലാ ലോഡിന്റെ എഫക്ട് വരുന്നത്, റൈറ്റ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് എ പറയുമ്പോൾ എന്തായിരിക്കും, ടോട്ടൽ ലോഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊണ്ടുള്ള 6 ആണ്. 6 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 1 plus 1 2 plus 1.5 സെന്റർ ഡിസ്റ്റൻസ് 3.5 plus 3 into 2 plus 4 into 1. So this is the total bending moment. Let's say 6 into 21. Yes, 31 minus 31 kilonewton meter is the value, right. So the plot angle bending moment at B is 0, bending moment at D is minus, okay, 9. In 9 then represent because we are representing it is below on axis the just 9 kilonewton then represent 9 kilonewton meter. C എന്നുള്ള point it is 18 kilonewton meter and at A it is 31 kilonewton meter. Okay, so the values ഇതുപോലെയാണ് വരിക. So this is your bending moment diagram, right. Clear ആണോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ധർമ്മേഷ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്താ പറ്റിയ ഇപ്പൊ മനസ്സിലായോ? പോയിന്റിനോട് അല്ല ഇപ്പൊ ക്ലിയർ ആയോ? ഇഷ്യൂ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത പ്രോബ്ലം കൂടെ നോക്കാം. ആൻസർ ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, സോ സെക്കൻഡ് പ്രോബ്ലം ഇങ്ങനെയായിരുന്നു. ഇവിടെയൊക്കെ മെച്ചം കിട്ടുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തവർക്കാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഞാൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്ന അസ്യൂം ചെയ്യാണ്. കാരണം ചെയ്ത് തെറ്റിക്കഴിഞ്ഞാലും അത് കുഴപ്പമുണ്ടാവില്ല. ഇപ്പം മിസ്റ്റേക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് സുഖമായിട്ട് പോവാം. കാരണം ഇത് ഷുവർ, ഇത് ഈ ഡയഗ്രാം വരക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കുന്നത് ഇത് ഷുവർ സ്കോറിംഗ് ആണ്. അതാണ് ഞാൻ ഇത്രയും ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്ന് നമ്മള് പിള്ളേർക്ക് ഇതുവരെ
നമ്മുടെ കോളേജിൽ നിന്ന് പിള്ളേർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം പലപ്പോഴും സീരീസ് എക്സാമിലെല്ലാം ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് ഷുവർ ക്വസ്റ്റൻ ആണ്. ഷുവർ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഷുവർ ക്വസ്റ്റൻ ഇത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈസി സ്കോറിംഗ് ആണ് ആ 10 മാർക്ക്. പിന്നെ വീണ്ടും വീണ്ടും പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല. അവസാനം എക്സാമിന്റെ തലേന്ന് 1-2 പ്രോബ്ലം എടുത്ത് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് പോവാം. ഓക്കെ, സോ റൈറ്റ്, സോ ഇതാണ് കണ്ടീഷൻ. ദ ലോഡ് ആക്ടിങ് ഈസ് 2 kN/m. ഇവിടെ 2 kN ലോഡ് ചെയ്യാൻ എഴുതുന്നുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടോ പറയണേ. 2 kN and this one is 3 kN/m and the distance (5 meter, 2 meter, 2 meter, 1 meter. Okay, right. So points നമുക്ക് മാർക്ക് ചെയ്യാം. A, B, C, D and E. Okay, 3 points ആണുള്ളത്. So based on this you can draw the shear force diagram and bending moment diagram. Right. Now again ഞാൻ ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാം. അടുത്തത് ഞാൻ നേരിട്ട് വരയ്ക്കും. Okay. Right. Okay, shear force diagram എടുക്കുന്ന സമയത്ത്, so you have to start with section by section. For the section EB, your shear force at B is equal to എന്താണ് shear force at B is equal to പറയൂ 0 ആണ് അല്ലേ. Now shear force at E. Okay, shear force at E വരുമ്പോൾ എന്താ, you have to multiply the total load, right? So shear force at E is equal to 10 kN, right? This is equal to 10 kN, right? 2 kN per meter into 5 meter multiply ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 10 kN എന്ന് കിട്ടും, right? Now for the section DE, okay, for the section DE നമുക്ക് നോക്കാം. D എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ ഈ സെക്ഷനിൽ വേറെ ലോഡ് ഒന്നുമില്ല. സോ ഷിയർ ഫോഴ്സ് അറ്റ് E വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഷിയർ ഫോഴ്സ് അറ്റ് E is nothing but 10 kN അല്ല. ഈ പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ പറയണ്ടേ, പക്ഷെ അവിടെ ലോഡ് ഇല്ല, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. ഷിയർ ഫോഴ്സ് അറ്റ് E is equal to 10 kN. Again ഷിയർ ഫോഴ്സ് അറ്റ് D, ഓക്കെ, അതുവരെയും വേറെ ലോഡ് ഒന്നുമില്ല. അപ് ടു D അല്ലെ, നമ്മൾ ഇത് എടുക്കേണ്ടത് D എന്നുള്ള സെക്ഷൻ വരുമ്പോൾ അപ് ടു D ആണ് എടുക്കേണ്ടത്. സോ ഷിയർ ഫോഴ്സ് അറ്റ് D is equal to 10 kN, right? No change. Now for the section CD, okay, CD എടുക്കുമ്പോൾ again you have to consider shear force at D. അപ്പൊ എന്താ, you have to consider this 2 kN load which is acting at D, അല്ലെ. So shear force at D is equal to എന്ത് വരും, 12 kN and shear force at C, okay, shear force at C എടുക്കുമ്പോൾ എന്ത് വരും, അവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നു. So you have to multiply 3 kN per meter into 2 meter, right? അത്രയാണ് 12 kN plus 6 kN വന്നു. So that is equal to 18 kN കിട്ടും. Finally shear force at A അല്ലെ, ലാസ്റ്റ് സെക്ഷൻ എടുക്കാം. AC എന്നുള്ള സെക്ഷൻ എടുക്കാം. AC എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ again shear force at C no change, 18 തന്നെയാണ്. Shear force at A there is nothing but 18 kN. That's it. Okay, അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരക്കാം. എല്ലാം റൈറ്റ് അപ്വേർഡ് ആണ്, പോസിറ്റീവ് ആണ്, റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ വരയ്ക്കാൻ എളുപ്പമാണ്. എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ഇവിടെ ഇല്ല അല്ലെ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഫ്രം E to B, yes it will be an inclined straight line. Yes, from E to B it will be an inclined straight line. അതിനുശേഷം വേറെ ലോഡ് ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് അപ് ടു D. ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് അപ് ടു D. At D എന്തായി, വീണ്ടും ഒരു ലോഡ് കൂടി 2 kN, അത് will be an increase. Then after that എന്താ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. അപ്പൊ എന്തായിരിക്കണം, ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം അപ് ടു ദിസ് പോയിന്റ്, റൈറ്റ്. അവിടെ നിന്ന് എന്താ, പിന്നെ വേറെ ലോഡ് ഒന്നുമില്ല. സോ ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ലോഡ് അപ് ടു ദ എൻഡ്. ഇതായിരിക്കും അതിന്റെ നേച്ചർ. നമുക്ക് അതിന്റെ വാല്യൂസ് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് B is 0. ഷിയർ ഫോഴ്സ് അറ്റ് E is 10 kN, കോൺസ്റ്റന്റ് ആണ് അതുവരെ. പിന്നെ 12 kN ആയി. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ 18 kN, that is constant up to the end, that is 18 kN. Okay, so this is your shear force diagram. Okay, clear ആണോ? ഇത് കിട്ടിയിട്ടില്ലേ? പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. പറയണേ, ആരാലും എന്തായാലും പറയണം. ഇത് നമ്മള് ആദ്യകാലത്ത് പഠിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഞാനും പഠിക്കുന്ന കാലത്ത് എനിക്കിത് നേരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പല പല ഷോർട്ട് കട്ട് ടെക്നിക്സിലൊക്കെ എന്തെല്ലോ തട്ടിക്കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്.
അതുകൊണ്ടാണ് ഈ പറയുന്നത്. സോ ആസ് എ സ്റ്റുഡന്റ് നമുക്കിത് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ക്ലിയർ ആയോ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ചോദിക്കുന്ന മണ്ടത്തരാവുമെന്ന്. മണ്ടത്തരായാലും കുഴപ്പമില്ല, അങ്ങനെ വലിയൊരു മണ്ടത്തരൊന്നും ഇവിടെ വരാനില്ല. എന്തുണ്ടെങ്കിലും ചോദിക്കാം. റൈറ്റ്. ഒന്നാമത് അടുത്ത സീരീസിന് നല്ല മാർക്ക് നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരും അതുപോലെ ചെയ്യണം. അല്ലേ? ഓക്കെ അല്ലേ? ആർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പറ. അപ്പൊ ഒന്ന് ബെൻഡിങ് മൊമെന്റിലേക്ക് പോണേ. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കേണ്ട കാര്യമില്ല, പോയിന്റ് ബൈ പോയിന്റ് എടുത്താൽ മതി. റൈറ്റ്. സോ ബെൻഡിങ് മൊമെന്റ് at B, okay, obviously it will be equal to 0. Bending moment at E, അല്ലെ? Bending moment at E എന്തായിരിക്കും? Bending moment at E, you have to multiply total load into the perpendicular distance, അല്ലെ? Total load നമുക്കറിയാം, it is 10 kilonewton, അല്ലെ? 10 kilonewton into perpendicular distance എടുക്കേണ്ടത് from the center of gravity to that point E, അല്ലെ? Which is nothing but 2.5. ശരിയല്ലേ? That is equal to into 2.5, 25 kilonewton meter. Right. Now bending moment at D. Right. Bending moment at D എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? അതുവരെയുള്ള ഒറ്റ ലോഡേ ഉള്ളൂ. ഇതാണ് ടോട്ടൽ ലോഡ്. പക്ഷെ എന്താവും? യുവർ സെന്റർ ഡിസ്റ്റൻസ് വിൽ ചേഞ്ച്. റൈറ്റ്. ഫ്രം ഹിയർ ടു ഹിയർ. റൈറ്റ്. ഇത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി കൈകൊണ്ട് മറച്ചു വെക്കുക എന്നുള്ളത്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആവുന്നത് വരെ കൈകൊണ്ട് മറച്ചു വെക്കുക. അതിന്റെ പ്രീവിയസ് A to D എന്നുള്ള പോർഷൻ, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പോർഷൻ അങ്ങ് മറച്ചു വെക്കുക. എന്നാൽ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് മാത്രം എടുക്കുക, മൊമെന്റ് കാണും. ഓക്കെ. ബെൻഡിങ് മൊമെന്റ് at D is equal to എന്ത് വരും? D is equal to total load is 10 kilonewton into perpendicular distance is 4.5. അല്ലെ? ഇത് 2 plus ഈ 2.5. 4.5, that is equal to 45 kilonewton meter. Right. Now again, bending moment at C. Bending moment at C. Right. Bending moment at C എടുക്കുമ്പോൾ എന്തൊക്കെ വരും? 10 kilonewton is a total load. ഒരു സ്ഥലത്ത് വരുന്നത് 10 into distance എടുക്കുമ്പോൾ 2 plus 2 4 plus 2.5, which is 6.5 plus ഈ 2 kilonewton കൊണ്ട് ഒരു bending moment ഉണ്ടാവും at the point C. Right. So 2 into 2 ആണ് അവിടുത്തെ bending moment. Right. Plus ഈ UDL കൊണ്ടും ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു UDL കൊണ്ടും ഇവിടെ ഒരു bending moment ഉണ്ടാവും, അല്ലെ? So total load is 3 into 2 6. 6 into perpendicular distance എടുക്കുന്ന എവിടുന്ന? ഇതിന്റെ സെന്റർ ഓഫ് മാസ് നിന്ന് ഈ ഡിസ്റ്റൻസിലേക്കാണ് എടുക്കേണ്ടത്, അല്ലെ? So that is ഇത് മൊത്തം 2 meter ആണ്. സോ അത് 1 meter ആയിരിക്കും. റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 65 plus 4 plus 6, അല്ലെ? 4 plus 6, that is equal to 75 kilonewton meter. Right. കഴിഞ്ഞില്ലേ? Now bending moment at A. Bending moment at A. Right. That point A. A വരുന്ന കേസിൽ കംപ്ലീറ്റ് എല്ലാ ലോഡിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവും. സോ ടോട്ടൽ ലോഡ് ലാസ്റ്റ് എൻ ലോഡ് ഇറ്റ് ഈസ് 10 kilonewton. 10 into perpendicular distance എന്ന് പറഞ്ഞാൽ 1 plus 2 3 plus 2 5 5 plus 2.5 7.5 plus സെക്കൻഡ് ലോഡ് 2 kilonewton. 2 kilonewton into 3, അല്ലെ? 2 into 3 is the perpendicular distance plus അടുത്ത ലോഡ് ടോട്ടൽ ലോഡ് is 3 into 2 6 into 2. ശരിയല്ലേ? ഞാൻ സ്പീഡായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ 3 into 6 ടോട്ടൽ 6 ആണ് ഇവിടുത്തെ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 പ്ലസ് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1. സോ ടോട്ടൽ ഇസ് ഈക്വൽ ടു 2. റൈറ്റ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 75 plus 6 81 plus 12, അല്ലെ? 93 kilonewton meter, all negative. Okay, so these are the bending moment values. Now if you plot these values, നോക്കാം. So bending moment at D, എനിക്ക് ബെൻഡിങ് മൂവ്മെന്റ് 6 into 1 6 into 2 അല്ലേ? എവിടെ ഏത് പോയിന്റ്?
ബെൻഡിങ് മൂവ്മെന്റ് അറ്റ് സി. സി. ഓക്കെ, സി ഒന്നുകൂടെ പറയാം. സി എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് എൻഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, എൻഡിൽ നിന്ന് ഫസ്റ്റ് 10 ആണ്. 10 ടോട്ടൽ ലോഡ് 10. 10 ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എത്ര? ഇതിന്റെ സെന്ററിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് വേണം അല്ലെ? ഓക്കെ, ഇത് 2 + 1 3 + 2 5 + 2.5 7.5 അല്ല? അല്ല സോറി, സിയിലല്ലേ? ആണില്ല. 2 + 2 4 + 2.5 6.5 ഫൈൻ. ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. രണ്ടാമത്തത് 2 കിലോമീറ്റർ അല്ലെ? 2 കിലോമീറ്റർ കൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? 2 × 2 അല്ലെ? അപ്പൊ അതും ഓക്കെ ആണ്. തേർഡ് കേസ് എന്ന് പറയുമ്പോൾ ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇതിനെ കൊണ്ടാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത് അല്ലെ? അപ്പൊ 3 × 2 ഇസ് ദ ടോട്ടൽ ലോഡ്. 3 × 2 ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ടോട്ടൽ ലോഡ്. 3 × 2 6 × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെ നിന്ന് എടുക്കണ്ടേ? ഇതിന്റെ സെന്റർ ഓഫ് മാസ് എടുക്കണ്ടേ അല്ലെ? സെന്റർ ഓഫ് മാസ് എവിടെ? ഇതിന്റെ സെന്ററിലാണ്. ഓ അല്ല, അത് എവിടെ ഇതാണെങ്കിലും ഫസ്റ്റ് ആയിട്ട് മാത്രല്ല സെന്ററിലത്തെ. അല്ല, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എവിടെയൊക്കെ വരുന്നോ അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിന്റെ സെന്റർ ഓഫ് മാസിലാണ്. അപ്പോൾ എപ്പോ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന ഒരു ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്തും അതിന്റെ സെന്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് തന്നെ എടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ 6 × 1 എടുക്കാം. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇത് ബേസ് ചെയ്ത് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് പോയിന്റ്സ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 25 kN/m. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 45 kN/m. ഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 45 kN/m. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് 75 kN/m. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് 93 kN/m. റൈറ്റ്? ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി കർവ് പ്ലോട്ട്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്റെ കർവ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ തൊട്ട് തുടങ്ങാം. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആണ് ബി ടു ഇ അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കണം. എഗെയിൻ നമുക്ക് ചെക്ക് ചെയ്യണം ഇത് എങ്ങനെയാണ് കർവ് വരക്കേണ്ടത്. റൈറ്റ്? ഇവിടെ again സെയിം കൺസെപ്റ്റ് ആണ്. ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് മസ്റ്റ് ബി ഈക്വൽ ടു 0. സ്ലോപ്പ് 0 ആവണമെങ്കിൽ ഇതുപോലെ സ്ലോപ്പ് തുടങ്ങണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് വശം എനിക്ക് 0 കിട്ടുള്ളൂ. റൈറ്റ്? സോ ഇതാണ് ഫസ്റ്റ് കർവിന്റെ നേച്ചർ. ദെൻ ഇവിടെ തൊട്ട് ഇവിടം വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ വിൽ ബി എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, നൗ ഇനി അടുത്ത കേസ് എടുക്കാം. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ലോഡും വരുന്നുണ്ട്, ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈനും വരുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റീജിയൻ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? ഇനിയിപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നടുക്കൊരു പോയിന്റ് ലോഡ് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ആയാൽ പോലും യുവർ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഇസ് ആക്ച്വലി ഡോമിനേറ്റിംഗ്. അപ്പോൾ യു ഹാവ് ടു കൺസിഡർ ദിസ് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. റൈറ്റ്? സി റീജിയൻ സി ടു ഡി ടു സി ഇസ് എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. റൈറ്റ്? അപ്പൊ എന്തായിരിക്കണം? ഇവിടെ ഷിയർ ഫോഴ്സ് 12 kN ആണ്, ഇവിടെ 18 ആണ്. എന്ന് വെച്ചാൽ ഇവിടെയാണ് മിനിമം ഷിയർ ഫോഴ്സ്. ഈ ഒരു പോയിന്റ് മിനിമം ആണ്. ഈ പോയിന്റ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം ആണ്. ഈ ഒരു പിന്നെ രണ്ട് റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കണം? ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് മിനിമം ആയിരിക്കണം, ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. റൈറ്റ്? അതങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? സെയിം രീതിയിൽ തന്നെ സ്ലോപ്പ് വരച്ചാൽ മതി. റൈറ്റ്? ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് മിനിമം ആയിരിക്കും, ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കും. അഗൈൻ യുവർ ഫൈനൽ പോയിന്റ് is an inclined straight line. Okay, so this is the curve for this is your bending moment diagram. That's it. Clear la? Right? Okay, എല്ലാവർക്കും പ്രശ്നമുണ്ടോ? എല്ലാവരും ചെയ്ത് കിട്ടിയോ? മിസ്റ്റേക്ക് ഉണ്ടോ? ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ ആണോ? മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലം. അപ്പൊ ഏതാണ് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലം ഞാൻ ജസ്റ്റ് എന്റെ കർവ് വരച്ചു വെക്കാം. എല്ലാരും കൂടെ ഇരുന്നാല് തീരും തോന്നുന്നില്ല. അതിന് ഇത്രയല്ലേ 10 മിനിറ്റാ. ഇതാണ് ഇപ്പോൾ ഉള്ളൊരു വലിയ ബുദ്ധിമുട്ട്. ഒന്നാമത് ഓൾറെഡി ലാഗിങ് ആണ്. അപ്പൊ ഈ പ്രോബ്ലം കൂടെ പറയുമ്പോ ശരിക്കും വേറെ എവിടെയും ഇങ്ങനെ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് എടുത്ത് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഈ പ്രോബ്ലംസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെടും.
അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതിൽ അഡീഷണൽ ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും അന്നേരമാണ് നമുക്ക് സങ്കടം വിഷമമല്ലാവും. അതിപ്പോ നേരിട്ട് കാണുമെങ്കിൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേനെ ചെയ്യുന്നില്ലെങ്കിൽ. നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പലരും എക്സാമ്പിൾ നോക്കുമ്പോൾ ചെയ്യാതെ കാണുമ്പോൾ അങ്ങനെല്ലാം വരുമ്പോഴാണ് നമുക്കിത് ആകെ സങ്കടം വരിക. ഓക്കെ, ഓൾറെഡി കുറച്ച് ടൈം ഓൾറെഡി ഒരു വീക്കിന് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ അല്ലാണ്ട് തന്നെ ലാഗിങ് ആണ്, ഒരുപാട് അവർ വേണം. ഓക്കെ, വിൽ മാനേജ്, എങ്ങനെയാലും തീർക്കും, എന്ത് വന്നാലും തീർക്കും. പക്ഷെ കുറച്ചധികം നിങ്ങളും കൂടെ സഹകരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം കൂടെ ചെയ്ത് തീർക്കാം. ഓക്കെ, സോ പ്രോബ്ലം 3 എങ്ങനെയായിരുന്നു? ഓക്കെ, പ്രോബ്ലം 3 ഇതില് രണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും അതിന്റെ സെന്ററിൽ ഒരു ലോഡും വരുന്ന കേസാണ്. ദിസ് വൺ ലോഡ് ഈസ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് എത്ര? 1 കിലോ ന്യൂട്ടൺ ആണോ? അല്ലെ, 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെ? 5 കിലോ ന്യൂട്ടൺ and the distance ആദ്യത്തെ 3 ഓക്കെ 3 സാർ കിലോ. 3 അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് ഒന്ന് 3 മീറ്റർ, 1 മീറ്റർ, 1 മീറ്റർ, 5 മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, നമുക്ക് ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. നമുക്ക് നോക്കാം. നമുക്ക് ലോജിക്കലി പറഞ്ഞ് തീർക്കാം. ഓക്കെ, സോ നോക്കാം. എ, ബി, സി, ഡി ആൻഡ് ഇ അല്ലെ? നമുക്ക് വരച്ചു നോക്കാം. സി, കാൻഡിലിവർ ബീമിന്റെ ഒരുവിധ എല്ലാ പ്രോബ്ലംസും നമുക്ക് സിമ്പിൾ ലോജിക്കല് വരച്ചു തീർക്കാവുന്നേ ഉള്ളൂ. വാല്യൂസും കുറച്ച് മൈൻഡ് കാൽക്കുലേഷൻ കുറച്ച് സ്പീഡായിട്ട് ചെയ്യുമെങ്കിൽ അതും ഒപ്പിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, സി, ഇതിന്റെ നേച്ചർ നോക്കി കഴിഞ്ഞാല് എല്ലാ ലോഡും ആക്ട് ചെയ്യുന്ന റൈറ്റ് ഡൗൺവേർഡ്സ് ആണ് അല്ലെ? സോ എവറി കംപ്ലീറ്റ് ലോഡ് പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ്, അപ്പൊ എല്ലാം മുകളിൽ തന്നെയാണ് വരക്കേണ്ടത്. ഇനി നമുക്ക് നേച്ചർ ഓഫ് കർവ് നോക്കാം. സി, ഫ്രം ബി ടു ഇ ഇറ്റ് ഇസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് കർവ് ആയിരിക്കണം. റൈറ്റ്, so from E to B it will be an inclined curve. Fine. Now E മുതൽ D വരെ നോക്കാം. E to D, ഓക്കെ, വേറെ ലോഡ് ഒന്നുമില്ല അല്ലെ? എന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ലോഡ് അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും അവിടെ ആ ഒരു എൻഡ് പോയിന്റ് വരെ ഉണ്ടാവും. റൈറ്റ്, അറ്റ് D എന്തായി? ഒരു 5 കിലോ ന്യൂട്ടൺ അഡീഷണൽ ആയിട്ട് വന്നു. ഓക്കെ, സോ ദർ വിൽ ബി an increase. Now അത് കോൺസ്റ്റന്റ് ആണ്. എവിടം വരെ? C വരെ അത് കോൺസ്റ്റന്റ് ആണ്. റൈറ്റ്, പക്ഷെ സി എന്ത് സംഭവിക്കുന്നു? സിന്ന് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഒരു ഇൻക്ലൈൻഡ് ലീനിയർലി ഇൻക്രീസ് ചെയ്യും. ഇതുപോലെ ഒരു ഇൻക്രീസിങ് ഉണ്ടാവുക. And that's it. So this will be your shear force diagram. ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആണോ? കിട്ടിയവർക്ക് ഇങ്ങനത്തെ? യെസ്, റൈറ്റ്. വാല്യൂസ് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. ഇ എന്നുള്ള പോയിന്റ് നമുക്ക് നോക്കണമെങ്കിൽ 2 into 3 ആയിരിക്കും അല്ലെ? 6 കിലോ ന്യൂട്ടൺ ആയിരിക്കണം. ഇനി 6 പ്ലസ് ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഒന്ന് 5, അപ്പൊ ഇവിടെ 11 കിലോ ന്യൂട്ടൺ ആവും. ഇവിടെ വരെ കോൺസ്റ്റന്റ് ആയിരിക്കും. 11 പ്ലസ് എൻ പോയിന്റ് എത്തുമ്പോൾ ഒരു 15 അല്ലെ? 5 into 3 15 കൂടെ ആഡ് ചെയ്യണം. 26 കിലോ ന്യൂട്ടൺ കിട്ടും വാല്യൂ. സോ ദിസ് ഇസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. കഴിഞ്ഞു. ഓക്കെ അല്ലേ? എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈവൻ നിങ്ങൾ മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്യാൻ എക്സ്പേർട്ട് ആയാൽ പോലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാ സ്റ്റെപ്പ് ആണ്, ഇല്ലെങ്കിൽ നോക്കി എഴുതിയുള്ള ഇതിന് മാർക്ക് റെഡ്യൂസ് ചെയ്യും. റൈറ്റ്, സോ ഫൈനലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ റെപ്രസെന്റ് ചെയ്ത് വെക്കണം. ഒരു സിംഗിൾ സ്ട്രേറ്റ് ലൈനിൽ ഇതുപോലെ ഓർഡറിൽ തന്നെ വരച്ചു വെക്കണം. ഈ ഡയഗ്രാം ഈ ഒരു എവിടെയെങ്കിലും റാൻഡമായിട്ട് വരക്കരുത്, ഒരു ഓർഡറിൽ തന്നെ വരക്കുക. വാല്യൂ ചെയ്യുന്നതിന് ഒരുപാട് എളുപ്പമാണ് കിട്ടുമ്പോൾ. ഓക്കെ, നോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. അഗൈൻ നമുക്ക് അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. എ, ബി, സി,
D and E, right? A, B, C, D, E, right? Now, again, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ കർവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സുഖമായിട്ട് പ്ലോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. See, there are different points. Now, bending moment at B, ഞാൻ പറഞ്ഞിട്ടുണ്ട് always at the free end your bending moment will be equal to 0. Fine, that is 0, right? Now, bending moment at E, okay, അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇനി ഇതിനെ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്, വാല്യൂ നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ വരിക, ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അറ്റ് ബി വിൽ ബി ഈക്വൽ ടു ബി 0 ആയിരിക്കണം, അല്ലെങ്കിൽ സ്ലോപ്പ് മിനിമം ആയിരിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ മാത്രമേ എനിക്ക് അവിടെ സ്ലോപ്പ് വരയ്ക്കാൻ കഴിയുള്ളൂ, റൈറ്റ്? സോ ഇതാണ് ഫസ്റ്റ് പോർഷനില്. സെക്കൻഡ് പോർഷനിൽ ലോഡ് ഈസ് കോൺസ്റ്റന്റ് അല്ലെ, ലോഡ് ഈസ് കോൺസ്റ്റന്റ് ആണ്. സോ അപ് ടു ഡി ലോഡ് ഈസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, റൈറ്റ്? ഇനി അടുത്ത ഡി ടു സി നോക്കിയാലും ഇവിടെ കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ അപ് ടു സിയും നമുക്കൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. ഇനി എ എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എ ടു സി അഗെയിൻ അതൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി കർവാണ് കിട്ടുക. സെക്കൻഡ് ഡിഗ്രി കർവിന്റെ നേച്ചർ നോക്കുമ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സ് മിനിമം ആണ്. അപ്പൊ ഇവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് സ്ലോപ്പ് മിനിമം ആയിരിക്കണം. യുവർ കർവ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും ഒരു കർവ് വരിക, റൈറ്റ്? സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതിലെ വാല്യൂസ് നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എടുക്കുന്ന സമയത്ത് എന്തായി? 2 into 3 is 6. 6 into perpendicular distance is 1.5. 6 into 1.5 വരും, 9 തന്നെ വരും അല്ലെ. 9 kilonewton meter, ശരിയല്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ? ശരിയല്ലേ, റൈറ്റ്? ഓക്കെ. ബെൻഡിങ് മൊമെന്റ് ഡി എടുക്കുമ്പോൾ എന്ത് വരും? ഈ ഒറ്റ ലോഡ് കൊണ്ട് എഫക്ട് മാത്രമേ വരുന്നുള്ളൂ. 2 into 3 6. 6 into ഡിസ്റ്റൻസ് അല്ലെ, 2 plus 2.5 അല്ലെ. 6 into 2.5. 6 into 2.5 15 വരും അല്ലെ. 15 kilonewton meter. അല്ലെ. നോ ബെൻഡിങ് മൊമെന്റ് സി എടുക്കാം. സി എടുക്കുന്ന സമയത്ത് എത്ര? അഗൈൻ ഈ മൊത്തം ലോഡ് ഇത് 6 into 3.5. 6 into 3.5 അല്ലെ. 21 അല്ലേ? 21 ആണോ? മൈനസ് 26 ആയിരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, കിലോന്യൂട്ടൺ മീറ്റർ, റൈറ്റ്? നോ ഫൈനലി ബെൻഡിങ് മൊമെന്റ് എ കാണാനും എന്ത് വരണം? ഇവിടെ സിന്റെ കേസിൽ 5 into 1 കൂടെ എടുക്കണമായിരുന്നു അല്ലെ. 21 plus 5. ഓക്കെ, ഫൈൻ, റൈറ്റ്? ബെൻഡിങ് മൊമെന്റ് എ എടുക്കുന്ന സമയത്ത് എത്ര? 6 into 5 2 7 8.5. 6 into 8.5, റൈറ്റ്? ഈ ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് 6 into 8.5 പ്ലസ് എന്ത് വരും? 5 into perpendicular distance 6 plus 3 into 5 15 into 2.5. ഇതാണ് വാല്യൂസ് വരിക. സോൾവിങ് യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, ചെക്ക് ചെയ്യാം. 51 plus 30 plus 15 into 2.5. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, solve that, you will get the value at A. Okay, that's it. Join all the points. That's it. This is the bending moment diagram for this given problem. Right? ഇങ്ങനെ കിട്ടിയിരുന്നോ? അപ്പൊ ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത കൺസെപ്റ്റും എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷെയർ എന്താണ് സിംപ്ലി സെപ്പറേറ്റ് വ്യൂവിലേക്ക് പോവാം. ഓക്കെ, ഇനി യൂണിഫോമിലി വാരിയിങ് ലോഡിന്റെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത അവർ ചെയ്യാം. ലാസ്റ്റ് അവർ കൂടെ എന്റെ ക്ലാസ് തന്നെയാണ്. നാളെയും പറ്റുന്നത് ഞാൻ 2 hour എടുക്കും. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും ഉണ്ടായിരുന്നു അറ്റൻഡൻസ്?